അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ ഇപ്പോൾ അതീവ ഗൗരവത്തോടെ കാണുന്ന ഒരു റെഡ് ഫ്ലാഗിനെ കുറിച്ചുള്ള വാർത്തയാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. ഈ വാർത്തകളിലെ താരം മറ്റാരുമല്ല, പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറാണ്. ട്രംപ് ഭരണകൂടത്തിന് മുന്നിൽ മുനീർ ഒരു വലിയ ചതിക്കുഴിയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇറാനുമായി മുനീറിനുള്ള രഹസ്യബന്ധങ്ങൾ ട്രംപിനെ വെട്ടിലാക്കുമോ? പരിശോധിക്കാം. ആഗോള രാഷ്ട്രീയത്തിലെ ചതുരംഗക്കളത്തിൽ ഇപ്പോൾ വലിയൊരു പുകില് നടക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കത്തി നിൽക്കുന്ന ഈ വേളയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പേരാണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിന്റേത്. എന്നാൽ വാഷിംഗ്ടണിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അത്ര സുഖകരമല്ല. അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം ജനറൽ അസീം മുനീർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് ഒരു മുതൽക്കൂട്ടല്ല, മറിച്ച് വലിയൊരു ബാധ്യതയായി മാറിയേക്കാം എന്നാണ് സൂചന. ഇറാനുമായുള്ള അസീം മുനീറിന്റെ അതീവ രഹസ്യവും ദൃഢവുമായ ബന്ധങ്ങൾ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് തിരിച്ചടിയായേക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പാകിസ്ഥാനെ ഒരു വിശ്വസ്ത സഖ്യകക്ഷിയായി കാണുന്നതിൽ അമേരിക്കൻ ഭരണകൂടം പണ്ട് കാണിച്ച അതേ പിഴവ് ആവർത്തിക്കരുത് എന്ന കർശനമായ താക്കീതാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും ഉയരുന്നത്. ജനറൽ അസീം മുനീറിന്റെ ഇറാനുമായുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2016-17 കാലഘട്ടത്തിൽ അദ്ദേഹം പാകിസ്ഥാന്റെ സൈനിക ഇന്റലിജൻസ് ഡയറക്ടർ ജനറലായിട്ട് സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെ ഇറാനിലെ ഉന്നത സൈനിക നേതൃത്വവുമായി അദ്ദേഹം അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇറാന്റെ ഔദ്യോഗിക സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനോടും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തോടും മുനീറിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൊല്ലപ്പെട്ട ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഖാസിം സുലൈമാനി, നിലവിലെ IRGC കമാൻഡർ ഹൊസൈൻ സലാമി തുടങ്ങിയ ഇറാനിയൻ സൈന്യത്തിലെ അതിശക്തരായ വ്യക്തികളുമായിട്ട് മുനീറിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നത് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റെഡ് ഫ്ലാഗ്, അതായത് അപകട സൂചനയാണ്. അമേരിക്കയുടെ കണ്ണിലെ ഏറ്റവും വലിയ ശത്രുക്കളായ ഈ സൈനിക നേതൃത്വവുമായിട്ട് അടുപ്പം പുലർത്തുന്ന ഒരാൾക്ക് എങ്ങനെ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് പ്രധാന ചോദ്യം. ട്രംപ് ഇറാനുമേൽ മാക്സിമം പ്രഷർ നയം പ്രയോഗിക്കുമ്പോൾ മുനീർ അതിൽ വെള്ളം ചേർക്കുമോ എന്നാണ് വാഷിംഗ്ടൺ നിരീക്ഷിക്കുന്നത്. അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ജനറൽ മുനീറിനെതിരെ നൽകുന്ന മുന്നറിയിപ്പുകൾക്ക് പിന്നിൽ പതിറ്റാണ്ടുകൾ നീണ്ട വഞ്ചനയുടെ ഒരു ചരിത്രവുമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിൽ അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായി നടിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാൻ താലിബാനെ സഹായിച്ച അനുഭവം അമേരിക്കയ്ക്കുണ്ട്. വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ പോരാട്ടങ്ങളിൽ അമേരിക്കൻ സൈന്യത്തെ സഹായിക്കാൻ പ്രതിബദ്ധത പ്രകടിപ്പിക്കുമ്പോഴും മറുവശത്ത് താലിബാന് സുരക്ഷിത താവളങ്ങളും ആയുധങ്ങളും നൽകിയത് പാകിസ്ഥാൻ സൈന്യമായിരുന്നു. ഈ ഇരട്ടത്താപ്പിന്റെ തുടർച്ചയായിട്ടാണ് മുനീറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെയും വാഷിംഗ്ടൺ നിരീക്ഷിക്കുന്നത്. ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസിലെ സീനിയർ ഫെലോ ബിൽ റോജിയോ വ്യക്തമാക്കുന്നത് പോലെ പാകിസ്ഥാനികളെ വിശ്വസിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടമാണ്. സുഹൃത്തുക്കളാണെന്ന് നടിച്ചുകൊണ്ട് തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇറാനെ സഹായിക്കാൻ ജനറൽ മുനീർ മുതിരുമെന്നതാണ് ഭീതിയുടെ കാതൽ എന്ന് പറയുന്നത്. നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ചർച്ചകളിൽ പാകിസ്ഥാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇറാൻ സന്ദർശിച്ച ആദ്യ വിദേശ നേതാവ് എന്ന നിലയിൽ ജനറൽ മുനീറിന് ഇറാനിയൻ ഭരണകൂടത്തിന്റെ വലിയ പിന്തുണയുമുണ്ട്. എന്നാൽ ഈ മധ്യസ്ഥത അമേരിക്കയ്ക്ക് ഗുണകരമാണോ അതോ ഇറാനെ ഉപരോധങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു മറയായിട്ടാണോ എന്നുള്ളതാണ് സംശയം. ട്രംപ് ഭരണകൂടം ഇറാനുമേൽ മാക്സിമം പ്രഷർ എന്ന നയം തുടരാൻ ആഗ്രഹിക്കുമ്പോൾ അതിനിടയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ ഉപരോധങ്ങളുടെ ശക്തി കുറയ്ക്കുകയുള്ളൂ. ഇറാന്റെ ഇന്റലിജൻസ് ആവശ്യങ്ങൾക്കായിട്ട് മുനീർ തന്റെ പദവി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് പാകിസ്ഥാനിലെ തന്നെ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുനീർ തന്റെ ഇറാനിയൻ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇറാന് ഗുണകരമായ രീതിയിൽ നയതന്ത്ര വിവരങ്ങൾ ചോർത്തി നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇനി ഡൊണാൾഡ് ട്രംപിന് ജനറൽ മുനീറിനോട് ഒരു പ്രത്യേക താല്പര്യമുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ട്രംപ് അദ്ദേഹത്തെ ഫീൽഡ് മാർഷൽ എന്നും പ്രിയങ്കരനായ സുഹൃത്ത് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രത്തലവന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങളെ ബാധിക്കരുത് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വാദിക്കുന്നത്. ട്രംപിന്റെ നയതന്ത്ര ശൈലി പലപ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് മുതലെടുത്ത് തന്റെ ഇറാൻ അനുകൂല അജണ്ടകൾ നടപ്പിലാക്കാൻ മുനീറിന് എളുപ്പത്തിൽ സാധിച്ചേക്കും. ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ട്രംപ് ടീമിലെ മറ്റംഗങ്ങൾക്കും ജനറൽ മുനീറിനെ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയത്തെ വിഭജിക്കാനുള്ള ഒരു കരുവായും മുനീർ മാറിയേക്കാം. മുനീറിന്റെ ഈ ഇറാൻ ബന്ധം അമേരിക്കയെ മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചും വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. പാകിസ്ഥാനും ഇറാനും സൈനികമായി കൂടുതൽ അടുത്താൽ അത് മേഖലയിലെ സുരക്ഷയെ സാരമായിട്ട് ബാധിക്കും. കൂടാതെ പശ്ചിമേഷ്യയിലെ ഷിയ സ്വാധീനമുള്ള രാജ്യങ്ങളുമായി പാകിസ്ഥാൻ പുലർത്തുന്ന അടുപ്പം സുന്നി അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ സൗദി അറേബ്യയും UAEയും പാകിസ്ഥാന്റെ ഈ ഇറാൻ അനുകൂല നിലപാടിനെ എങ്ങനെ കാണുന്നു എന്നത് വളരെ നിർണായകമാണ്.
ഇറാനുമായുള്ള സഖ്യം വഴി പാകിസ്ഥാൻ കൂടുതൽ കരുത്തുറ്റതാകുന്നത് ഇന്ത്യക്കെതിരെയുള്ള അവരുടെ പ്രോക്സി വാർസ്, നിഴൽ യുദ്ധങ്ങൾക്ക് പുതിയൊരു എനർജി നൽകാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഈ ഭീഷണികളെയും കണക്കിലെടുക്കുന്നുണ്ട്. കൂടാതെ ചൈന കൂടി ഈ സഖ്യത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് അത് വെല്ലുവിളിയാകും. ഇന്ത്യക്കെതിരെയുള്ള പ്രോക്സി വാറുകളിൽ ഇറാനിയൻ പിന്തുണ കൂടി പാകിസ്ഥാൻ നേടിയെടുത്താൽ അത് ഗുരുതരമായ പ്രശ്നമാകും. മുനീർ എന്ന സൈനിക മേധാവി പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മാത്രമല്ല അന്താരാഷ്ട്ര നയതന്ത്രത്തിലും നിർണായക സ്വാധീനമായി മാറിയിരിക്കുന്നു. എന്നാൽ അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിൽ നിൽക്കുന്ന മുനീറിന്റെ രണ്ട് തോണിയിലുള്ള യാത്ര അധികകാലം തുടരാനാകില്ല. ട്രംപ് ഭരണകൂടം മുനീറിന്റെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെയാകും നിരീക്ഷിക്കുക. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ അപകടം അതിന്റെ സൈനിക മേധാവിയെ കണ്ണടച്ച് വിശ്വസിക്കുന്നതാണെന്ന മുന്നറിയിപ്പാണ് ഫോക്സ് ന്യൂസ് ഉൾപ്പെടെയുള്ളവർ പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത്. തന്ത്രപരമായ നയതന്ത്രം എന്നത് സത്യസന്ധമായ സഖ്യങ്ങളിലാണ് അധിഷ്ഠിതമാകേണ്ടത്. വഞ്ചനയുടെയും ഒളിച്ചുകളിയുടെയും ചരിത്രമുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരാൾക്ക് ട്രംപ് ഭരണകൂടം നൽകുന്ന അമിത പ്രാധാന്യം അമേരിക്കയുടെ മധ്യേഷ്യൻ നയങ്ങളെ തകിടം മറിച്ചേക്കാം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രം എന്നത് പലപ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങളാണ്. മുനീറുമായി നേരിട്ട് സംസാരിക്കാനും ഡയറക്റ്റ് കോൺടാക്ട് പുലർത്താനും ട്രംപ് താല്പര്യം കാണിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വർഷം വൈറ്റ് ഹൌസിൽ മുനീറിനായി ട്രംപ് വിരുന്നൊരുക്കിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ തന്റെ ടീമിലെ മറ്റ് ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് ട്രംപിന് വലിയൊരു രാഷ്ട്രീയ ബാധ്യതയായേക്കാം. മുനീർ തന്റെ പദവി ഉപയോഗിച്ച് ഇറാന് വിവരങ്ങൾ ചോർത്തി നൽകാനുള്ള സാധ്യതയും ഇന്റലിജൻസ് തള്ളിക്കളയുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ അസീം മുനീർ എന്ന വ്യക്തി ഇപ്പോൾ രണ്ട് തോണിയിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു വശത്ത് ട്രംപിന്റെ ഫേവറേറ്റ് ഫീൽഡ് മാർഷൽ, മറുവശത്ത് ഇറാന്റെ വിശ്വസ്തനായ സുഹൃത്ത്. ഈ ഇരട്ടത്താപ്പ് അധികകാലം കൊണ്ടുപോകാൻ മുനീറിന് കഴിയില്ല. ചുവന്ന കൊടികൾ ഉയർന്നു കഴിഞ്ഞു. 2026 ഈ നിർണായക സന്ധിയിൽ ട്രംപ് ഭരണകൂടം ഈ ചതിക്കുഴിയിൽ വീഴുമോ അതോ അമേരിക്കൻ ഇന്റലിജൻസ് നൽകുന്ന റെഡ് ഫ്ലാഗ് കണ്ട് ജാഗ്രത പാലിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങളും വ്യക്തിപരമായ സൗഹൃദങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആര് വിജയിക്കുമെന്ന് പശ്ചിമേഷ്യയിലെ മാറ്റങ്ങൾ നിശ്ചയിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.